Good evening, Makale. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Let's start with the part 4 of the chapter Principles of Inheritance. Okay, part 3 നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ മൾട്ടിപ്പിൾ അല്ലലിസം അല്ലേ, 5 നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ 3 എണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതേതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ്, സെക്കൻഡ് കോ ഡോമിനൻസ്, തേർഡ് മൾട്ടിപ്പിൾ അല്ലലിസം. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th and 5th നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്, 4th and 5th example for non-Mendelian inheritance, polygenic inheritance and pleiotropism or pleiotropy. Okay, first we have to discuss about the 4th one, what is meant by polygenic inheritance. Okay, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? പോളി മീൻസ് മെനി, മെനി ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ഇൻഹെറിറ്റൻസ്. ഓക്കെ, അതായത് ഒരു ഇൻഹെറിറ്റൻസിനെ അല്ലെങ്കിൽ ഒരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിന് കോൺട്രിബ്യൂഷൻ മോർ ദാൻ 1 ജീൻ ഉണ്ടെങ്കിൽ, മെനി ജീൻ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അതായത് when one phenotypic character is controlled by more than 1 gene, it is called polygenic inheritance. അപ്പോൾ എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്? വേർഡിൽ തന്നെയുണ്ട്, മെനി ജീൻ ഒരു ഇൻഹെറിറ്റൻസിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലേ. 1 phenotypic expression or 1 phenotypic character is controlled by more than 1 gene. അതിനെയാണ് സാധാരണ നമ്മൾ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കുക അല്ലേ. ടോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാ? നമ്മൾ പറഞ്ഞു മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് പിയിൽ സെലക്ട് ചെയ്തപ്പോൾ ക്യാപിറ്റൽ പയർ ചെടിയിൽ ക്യാപിറ്റൽ ടി അല്ലേ, അതായിരുന്നു ടോൾ. അല്ലെങ്കിൽ ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീൽ അല്ലെങ്കിൽ ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ, ഇത് രണ്ടും ടോൾ. അപ്പോൾ ഏതൊക്കെയാണ്? ടി ആൻഡ് ടി അല്ലേ. അപ്പോൾ ഈ ഒരു ടി അതിൻ്റെ റിസസീവ് അലീൽ, ഇത് മാത്രമാണ് ഹൈറ്റ്, പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ഈ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്, ഒരു ജീൻ ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ജീൻ ഒരു ക്യാരക്ടറിനെ, ഒരു ഇൻഹെറിറ്റൻസിന്, ഒരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്? 1 character or 1 phenotypic expression is controlled by 1 phenotypic character or phenotypic expression is controlled by more than 1 gene. അതിനെയാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാരാണ് കണ്ടുപിടിച്ചത്? ഫസ്റ്റ് റിഗർമെൻറ്റിലൊക്കെ പോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റ് ആണ് അല്ലേ, കോളറെൻറ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. കോളറെൻറ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് എന്ത്, ഫാദർ ഓഫ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആരായിട്ടും ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കോളറെൻഡർ ആയിരിക്കും അല്ലേ. അപ്പോൾ കോളറെൻഡർ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഈ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ഈസ് ഓൾസോ കോൾഡ്, അതിൻ്റെ സിനോണിമാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ് ഈസ് ഓൾസോ നോൺ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാൻ കാരണം? ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻഹെറിറ്റൻസ്, ഒരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ്റെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഡോമിനൻ്റ് അലീൽ. ഡോമിനൻ്റ് അലീലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഓഫ് ഒരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഓർ ഫീനോട്ടിപ്പിക് ക്യാരക്ടർ. ഓക്കെ, എന്താണ്? ഡോമിനൻ്റ് അലീലിൻ്റെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ. അതുകൊണ്ടാണ് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്? ബിക്കോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻഹെറിറ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഡോമിനൻ്റ് അലീൽസ് അല്ലേ. ഡോമിനൻ്റ് അലീൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു ഇൻഹെറിറ്റൻസിൻ്റെ ക്വാണ്ടിറ്റി. അതായത് ഇപ്പോൾ ഒരു സ്കിൻ കളർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പോളിജെനിക് ഇൻഹെറിറ്റൻസിനാണ്. അതിൽ 3 ജീനാണുള്ളത്, 3 അലീൽസാണ്, 3 ജീൻ A B C. അപ്പോൾ A B B C C എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും അലീൽ കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്ന ജീൻ, B എന്ന് പറയുന്ന ജീൻ, C ഇതിൻ്റെ ഡോമിനൻ്റ് കണ്ടീഷൻ ആയിരിക്കും ഒരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഇൻഹെറിറ്റൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഡോമിനൻ്റ് അലീൽ ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. ഓക്കെ,
പിന്നെ ഈ ഡോമിനൻ്റ് അലീൽസ് ഹാവ് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഈച്ച് എക്സ്പ്രസിങ് പാർട്ട് ഓഫ് എ ട്രേറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു 4 ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി. അപ്പോൾ എത്ര ഡോമിനൻ്റ് അലീൽ ഉണ്ടായിരിക്കും അതിൽ? എല്ലാം ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനിലായിരിക്കുമ്പോൾ 6 ഡോമിനൻ്റ് ജീൻ അല്ലേ അലീൽസ് ഉണ്ടായിരിക്കും, എ ബി സി. അപ്പോൾ ഈ 6 ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുമ്പോൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ എന്താണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്? When one phenotypic expression is controlled by more than one gene, it is called polygenic inheritance. Colander is known as the father of polygenic inheritance. It is also known as quantitative inheritance because the quantity of inheritance depends on dominant alleles. Dominant allelsനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു ഇൻഹെറിറ്റൻസിൻ്റെ ക്വാണ്ടിറ്റി, അളവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡോമിനൻ്റ് അലീൽ ഹാവ് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓൺ എക്സ്പ്രസിങ് ഈച്ച് പാർട്ട് ഓഫ് ട്രേറ്റ്. സോ ഡോമിനൻ്റ് അലീൽ ഹാവ് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓൺ എക്സ്പ്രസിങ് ഈച്ച് പാർട്ട് ഓഫ് ട്രേറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇത്രയും ഈ എല്ലാ പോയിന്റ്സ് എഴുതിക്കണം. ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഈ എല്ലാ പോയിന്റ്സും നമ്മൾ പബ്ലിക് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ്, CBSE ബോർഡ് എക്സാം എഴുതുന്നവർക്ക് ഈ 4 പോയിന്റ് മെൻഷൻ ചെയ്യാം. ഇനി നമ്മൾ ഒരു പോയിന്റും കൂടി എഴുതണം. എന്താണ്? 3 ജീൻസ്. 3 ജീൻസ് ഏതൊക്കെയാണ്? 3 ജീൻസ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി കൺട്രോൾ ഹ്യൂമൻ സ്കിൻ കളർ. ഹ്യൂമൻ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന 3 ജീനാണ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി. ഓക്കെ, അപ്പോൾ എല്ലാം ക്യാപിറ്റൽ എ ബി സി ജീൻ ഉണ്ടല്ലോ, അത് എ ബി സി കണ്ടീഷനിലാണെങ്കിൽ അതാണ് ഡോമിനൻ്റ് ക്യാരക്ടർ. ഈ ഡോമിനൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡാർക്ക് ഓർ നീഗ്രോ അല്ലേ? നീഗ്രോ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ കളർ ഈസ് എ ഡോമിനൻ്റ്. എല്ലാ ജീൻസും ഇൻ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനിലാണെങ്കിൽ അതാണ് ഡോമിനൻ്റ് ക്യാരക്ടർ. ഡോമിനൻ്റ് ക്യാരക്ടർ ഈസ് ഡാർക്ക് ഓർ നീഗ്രോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസസീവ് ഫോമോ എ ബി സി അല്ലേ? ഇത് എല്ലാം ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷൻ ആണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ലൈറ്റ് സ്കിൻ കളർ. ക്ലിയർ ആയല്ലോ? ലൈറ്റ് സ്കിൻ കളർ. ഓക്കെ, അപ്പോൾ അപ്പോൾ എന്താണ്? ഹ്യൂമൻ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്ന 3 ജീൻസാണ് എ ബി സി. ഇതെല്ലാം ഹോമോസൈഗസ് ഡോമിനൻ്റ് അല്ലിലാണ് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഡോമിനൻ്റ് അല്ലിലാണ് ഒരു ഫിനോടൈപ്പിക് എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഡോമിനൻ്റ് അല്ലിലാണെങ്കിൽ ഡാർക്ക് കളർ ആയിരിക്കും, എല്ലാം അതിൻ്റെ റിസസീവ് കളർ ആണെങ്കിൽ ലൈറ്റ് സ്കിൻ കളർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി അല്ലേ? അപ്പോൾ എ ബി സി ഗീവ്സ് ഡോമിനൻ്റ് homozygous dominant condition gives dark or negro skin color. A B B C C recessive condition gives the light skin color. Clear ആയല്ലോ? അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസിൽ ഇൻവോൾവ് ചെയ്യുന്ന ജീൻസിനെ പറയുന്ന പേരാണ് ജീൻസ്. എ ബി സി എന്ന് പറയുന്ന ജീൻസ് അറിയപ്പെടുന്നത് പോളിജീൻ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? നമ്മുടെ പോളിജനിക് ഇൻഹെറിറ്റൻസ് ഡസ് നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് ഫോളോ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സാമ്പിൾ ഫോർ പോളിജനിക് ഇൻഹെറിറ്റൻസ് ആർ ഒന്ന് സ്കിൻ കളർ ഓഫ് മാൻ, നമ്മൾ പറഞ്ഞല്ലോ എ ബി ബി സി സി. രണ്ടാമത്തേത് ഹൈറ്റ് ഇൻ മാൻ, മനുഷ്യൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 feet 5.2 5.3 7 അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റ് എന്ന് പറയുന്ന കളറും കൺട്രോൾ ചെയ്യുന്നത് പോളിജീൻസ് ആണ്. ഓക്കെ, സോ എന്താണ്? ഹൈറ്റ് ഇൻ മെൻ ഓൾസോ കൺട്രോൾഡ് ബൈ ദി പോളിജീൻ. സോ ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ പോളിജനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? അതായത് ഒരു പോളിജനിക് ട്രേറ്റിൽ ഫീനോടൈപ്പ് റിഫ്ലെക്ട്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ അല്ലേ? നമ്മളിവിടെ പറഞ്ഞ ഒരു പോയിന്റ്, ഡോമിനൻ്റ് അലീൽ ഹാവ് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓൺ എക്സ്പ്രസിങ് ഈച്ച് പാർട്ട് ഓഫ് ട്രേറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു തരത്തിലും കൂടി പറയാം. ഇനി പോളിജനിക് ട്രേറ്റ് ഫീനോടൈപ്പ് റിഫ്ലെക്ട്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ, ദാറ്റ് ഈസ് ഈച്ച് എഫക്റ്റ് ഓഫ് ഈച്ച് അലീൽ ഈസ് ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ അഡിറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൂടി ചേർക്കാം. ഫീനോടൈപ്പ് ഇൻ പോളിജനിക് ഇൻഹെറിറ്റൻസ് ഫീനോടൈപ്പ് റിഫ്ലെക്ട്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ, ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ഈച്ച് അലീൽ ഈസ് അഡിറ്റീവ്. ഈ സെയിം
സെൻറ്റൻസ് തന്നെ നമ്മൾ വേറൊരു തരത്തിൽ പറയുന്നു എന്ന് മാത്രം. എന്താണ്? ഇൻ എ പോളിജനിക് ട്രേറ്റ് ഫീനോടൈപ്പ് റിഫ്ലക്സ് ദ, ഇവിടെ എഴുതാം നമുക്ക്. ഇൻ എ പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്താണ്? ഫീനോടൈപ്പ് റിഫ്ലക്സ്, ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫീച്ചർ അല്ലേ. ഫീനോടൈപ്പ് റിഫ്ലക്സ് എന്താണ് റിഫ്ലക്സ് ചെയ്യുന്നത്? ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ, contribution of each allele. The phenotype reflects the contribution of each allele. That is the effect of each allele is additive. Cumulative effect എന്ന് പറഞ്ഞ അതേ വേർഡിൻ്റെ സിനോണിം, അതിനെ തന്നെ നമ്മൾ വേറൊരു തരത്തിൽ പറയുന്നു. ഡോമിനൻറ്റ് അലീൽ ഹാവ് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓൺ എക്സ്പ്രസിങ് ഈച്ച് പാർട്ട് ഓഫ് ട്രേറ്റ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഫീനോടൈപ്പ് റിഫ്ലക്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ, ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ഈച്ച് അലീൽ ഈസ് അഡിറ്റീവ്. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് കൂടി പറയാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്? വെൻ വൺ ഫീനോടൈപ്പിക് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ വൺ ജീൻ. ഇത് മസ്റ്റ് ആയിട്ട് എഴുതണം. ആരാണ്? ഫാദർ കോളൻഡർ. പിന്നെ എന്ത് പറയും? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് quantitative inheritance because the quantity of the inheritance is depends upon the dominant allele. Dominant allele have cumulative effect on expressing each part of trait. Okay, പിന്നെ ഇത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞ അഡിറ്റീവ് എഫക്റ്റ് ഓഫ് ഓൾ അലീൽ എന്ന് പറയുന്നതും. പിന്നെ ജീൻ ഇൻവോൾവ് ഇൻ പോളിജനിക് ഇൻഹെറിറ്റൻസ് ആർ ഓൾസോ നോൺ ആസ് പോളിജീൻസ്, അല്ലെങ്കിൽ നോൺ ആസ് പോളിജീൻസ്. So the polygenic inheritance does not follow the Mendelian ratio. Examples are skin color of man, height in man, and also ഒരു പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളും നമുക്ക് പറയണ്ടേ. ഓക്കെ, വീറ്റ് കേണൽ കളർ, നമ്മളെ ഗോതമ്പിൻ്റെ പരിപ്പ്, ഗോതമ്പുണ്ടല്ലോ, ഗോതമ്പിൻ്റെ ആ സീഡ് ഉണ്ടല്ലോ, അതിൻ്റെ കളറും എക്സാമ്പിൾ ഫോർ എന്താണ്? വീറ്റ് കേണൽ കളർ ഈസ് ഓൾസോ എക്സാമ്പിൾ ഫോർ പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ കളർ ഓഫ് മെൻ ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻ കളർ ഉണ്ട് അല്ലേ, കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻ കളറുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏതൊക്കെയാണ് സ്കിൻ കളറുള്ളത്? നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റുമോ? ഡാർക്ക് ആൻഡ് ഏത് പറയാം? ഡാർക്ക് ആൻഡ് വൈറ്റ്, ഇൻ്റർമീഡിയറ്റ് കളർ അല്ലേ, അങ്ങനെ നമുക്ക് തന്നെ അറിയാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻ കളർ ഉണ്ട്. ഒന്ന് നോക്കൂ ഏതൊക്കെയാണ്. നമുക്കങ്ങനെ അതിനൊരു പേര്, ഫീനോട്ടിപ്പിക് ആയിട്ട് ഒരു പേര് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതാണ് ഡോമിനൻ്റ് അലീലായാൽ ഇങ്ങനെ വന്ന് റിസസീവ് ക്യാരക്ടർ ആകുമ്പോൾ ആൽബിനോ അല്ലെങ്കിൽ വൈറ്റ് കളറാകും. അതുപോലെ ഹൈറ്റും കണ്ടോ, ഇത് രണ്ടും പോളിജനിക് ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്താണ് സ്കിൻ കളർ ഓഫ് മാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. എന്താണ് സ്കിൻ കളർ ഓഫ് മാൻ? എന്താ പ്രത്യേകത? സ്കിൻ കളർ ഓഫ് മാൻ പറയാൻ പോവാണ്. ഇത് ഫസ്റ്റ് പോളിജനിക് ഇൻഹെറിറ്റൻസ് കോളറൻഡറാണ്. സ്കിൻ കളർ ഓഫ് മാൻ പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണെന്ന് സ്റ്റഡി ചെയ്തത് ആരാണ്? ഡെവൻപോർട്ട് എന്ന് പറയുന്ന 1913 ഡെവൻപോർട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, അദ്ദേഹം സ്റ്റഡി ചെയ്തത് നീഗ്രോ യൂറോപ്യൻ ഇൻ്റർ മാരേജസ് ആണ്. ഓക്കെ, നീഗ്രോസും യൂറോപ്യൻസും തമ്മിലുള്ള മാരേജസിലാണ് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ട് ഈ സ്കിൻ കളർ ഓഫ് മാനിന് ഒരു പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്കിൻ കളറിന് കാരണമാവുന്നത് എന്താ? പിഗ്മെൻറ്റ്. സ്കിൻ കളറിന്, നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണെന്ന് അറിയാം അല്ലേ. മെലാനിൻ പിഗ്മെൻറ്റ് കൂടും തോറും നമ്മൾ ഡാർക്കർ ആവും കളർ. ഓക്കെ, അപ്പോൾ ഇൻഹെറിറ്റൻസ് ഓഫ് സ്കിൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കളർ എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്, ഐ കളർ എന്ന് പറയുന്നത്, പിന്നെന്താണ് ഇൻ്റലിജൻസ്, ബ്ലഡ് പ്രഷർ, ബൈപോളാർ ഡിസോർഡർ, ഓട്ടിസം, ലോങ്വിറ്റി, ഇതെല്ലാം പോളിജനിക് ഇൻഹെറിറ്റൻസ്. മനുഷ്യൻ്റെ കുറേ ക്യാരക്ടേഴ്സ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ സ്കിൻ പിഗ്മെൻറ്റിന് കാരണമായിട്ടുള്ള 3 ജീനാണ്. എ അതിൻ്റെ റിസസീവ് അലീൽ സ്മോൾ എ, ബി അതിൻ്റെ റിസസീവ് അലീൽ സ്മോൾ ബി, സി അതിൻ്റെ റിസസീവ് അലീൽ സ്മോൾ സി. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ഡോമിനൻ്റ് അലീൽ, സ്മോൾ ലെറ്റർ റിസസീവ് അലീൽ. ഓക്കെ, അപ്പം നമ്മളൊരു ക്രോസ് നടത്തി. ആരാണ്? ക്യാപിറ്റൽ എ പേരൻ്റ് ആണ് കേട്ടോ. ക്യാപിറ്റൽ എ ബി സി സി. ഓക്കെ, ക്രോസ് നടത്താണ്. ക്യാപിറ്റൽ എ ബി സി സി കണ്ടോ. ഒരു നീഗ്രോ പാരൻ്റ് മദറാണ് വേഴ്സസ് ഒരു യൂറോപ്യൻ വൈറ്റ് ആൽബിനോ എന്ന് പറയും. വൈറ്റിന് എന്താ പറയുക? വൈറ്റ് അല്ലേ. സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി മെയിൽ ആൽബിനോ. ഇത് ആൽബിനോ ഓർ വൈറ്റ്
യൂറോപ്യൻ നിഗ്രോ അല്ലെ, ഡാർക്ക് എന്താണ് നിഗ്രോ മാരേജ് നടത്തി. അപ്പോൾ ഗ്യാമേറ്റ്സ് ആരൊക്കെയായിരുന്നു? ക്യാപിറ്റൽ എ, സ്മോൾ ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. അപ്പോൾ F1 ജനറേഷൻ ഇങ്ങനെ കിട്ടും: ക്യാപിറ്റൽ എ, സ്മോൾ ബി, ക്യാപിറ്റൽ ബി, സ്മോൾ സി, ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ക്യാപിറ്റൽ സി, സ്മോൾ സി അല്ലേ. അപ്പോൾ ഇവരെന്താണ്? ഇൻ്റർമീഡിയറ്റ് കളറായിരുന്നു കേട്ടോ, ഇൻ്റർമീഡിയറ്റ് കളറായിരുന്നു F1. ഓക്കെ, കണ്ടോ? അതായത് ഒരു നീഗ്രോ ഹൈ മെലാനിൻ കണ്ടന്റ് ഉണ്ട് AABBC, ഒരു ആൽബിനോ നോ മെലാനിൻ കണ്ടന്റ് കുറവുള്ള ഒരു യൂറോപ്യനെ കല്യാണം കഴിച്ചു, മാരേജ് നടത്തി. അപ്പോൾ ABC, സ്മോൾ ABC പ്രോജനിയിൽ എന്താണ്? AABB, ഇൻ്റർമീഡിയറ്റ് കളർ. ഈ ഇൻ്റർമീഡിയറ്റ് കളറിന് പറയുന്ന പേരാണ് മുള്ളറ്റോ. ഇൻ്റർമീഡിയറ്റ് F1 എന്താ പറയുക? മുള്ളറ്റോ എന്ന് പറയും. ഇവിടെ നമ്മൾ ആൽബിനോ എന്ന് പറഞ്ഞില്ലേ, വൈറ്റിനെ നീഗ്രോ എന്ന് പറഞ്ഞതുപോലെ ഇത് മുള്ളറ്റോ. ഓക്കെ, അപ്പം നമുക്ക് ഇനി F2 കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? F2 പാരൻസ് 2 നമ്മൾ എന്താ ചെയ്യുക? സെൽഫ് അല്ലേ. F1 സെൽഫ് ചെയ്യും. ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ക്യാപിറ്റൽ സി, സ്മോൾ സി ഇൻറ്റു ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ക്യാപിറ്റൽ സി, സ്മോൾ സി. കിട്ടിയല്ലോ. അപ്പോൾ ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഗ്യാമേറ്റ്സ് കിട്ടും അല്ലേ. അപ്പോൾ നോക്കുക, എത്ര ഗ്യാമേറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ഗ്യാമേറ്റ്സ് എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഗ്യാമേറ്റ്സ് 8 ഗ്യാമേറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾക്ക് എങ്ങനെ കിട്ടും? അപ്പം നമുക്കൊരു F2 റേഷ്യോ കിട്ടും. ആ F2 റേഷ്യോ ആണ് 1:6:15:20:15:6:1. ഇത്രയേ ഉള്ളൂ. മിഡിലിൽ 20. 1:6:15, 1:6:15. അപ്പോൾ റേഷ്യോ എന്താണ്? 1:2. അതായത് ഈ ഒരു ക്രോസ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഒരു ട്രൈ ഹൈബ്രിഡ് ക്രോസിന് എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെഴുതാം? ട്രൈ ഹൈബ്രിഡ് ക്രോസിന് എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ ഏതെഴുതാം? ട്രൈ ഹൈബ്രിഡ് ക്രോസ് അല്ലേ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രൈ ഹൈബ്രിഡ് ക്രോസ്. ട്രൈ ഹൈബ്രിഡ് എന്തുകൊണ്ടാണ് ട്രൈ ഹൈബ്രിഡ്? നമ്മളൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് മെൻഡലിയൻ ക്രോസ് പഠിച്ചു അല്ലേ, ടോൾ ഇൻറ്റു ഡ്വാർഫ് എക്സാമ്പിൾ. അതായത് എ ക്രോസ് ബിറ്റ്വീൻ ഓൺലി വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് നോൺ ആസ് monohybrid. എത്രയായിരുന്നു റേഷ്യോ? 3:1. Genotypic ratio 1:2:1. And a cross between two pair of contrasting character is known as dihybrid cross. Phenotypic ratio 9:3:3:1. Genotypic ratio 1:2:1. 2:4:2:1 1:2:1 അല്ലേ. എത്ര പഠിച്ചിട്ടുണ്ട്? അപ്പോൾ ഇത് നമുക്ക് എന്തിനായിട്ട് എക്സാമ്പിളായിട്ട് പറയാം? നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ഡോമിനൻറ്റും റിസസീവ് അല്ലെടുത്തു, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു F1 ഹൈബ്രിഡ് കിട്ടി, അതിനെ സെൽഫ് ചെയ്തു. അപ്പോൾ ട്രൈ ഹൈബ്രിഡ് ക്രോസിന് ഒരു എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ എന്താണ് ട്രൈ ഹൈബ്രിഡ് ക്രോസ്? എന്താണ് അതിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ പോളിജനിക് ഇൻഹെറിറ്റൻസിൽ സ്കിൻ കളർ ഇൻ മെൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രൈ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ എന്താണ് ട്രൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും റേഷ്യോ? 1:6:15:20:15:6:1 അല്ലേ. എന്താണ്? 1:6:15. പിന്നെ മിഡിൽ ഒരു 20. അത് കഴിഞ്ഞിട്ട് മറ്റേ റിപ്പീറ്റേഷൻ ബാക്ക്വേർഡ് അല്ലേ. അപ്പോൾ 15:6:1. ഇതാണ് ട്രൈ ഹൈബ്രിഡ് റേഷ്യോ, ട്രൈ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, അപ്പോൾ എന്താണ് ട്രൈ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഏതാണ്? 1:6:15:20:15:6:1. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്രോസ് ഇവിടെ എഴുതിയിട്ടില്ല. നമുക്ക് ക്രോസ് ക്രോസ് എങ്ങനെയാണ് നടത്തുക? നമ്മൾ ഈ F1 ഹൈബ്രിഡിനെ നോക്കാം. F1 ഹൈബ്രിഡിനെ സെൽഫ് ചെയ്തിട്ട് F2 ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഗ്യാമേറ്റ്സ് AABBCC എന്ന് പറയുന്നതിൻ്റെ ഗ്യാമേറ്റ്സ് ഏതായിരിക്കും? ഗ്യാമേറ്റ്സ് ഒന്ന് നോക്കൂ. AABBCC അല്ലേ. അപ്പോൾ ഗ്യാമേറ്റ്സ് ഏതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്? ഒരു A, ഒരു ക്യാപിറ്റൽ B, ഒരു അപ്പോൾ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C 1 ഒരു ഗ്യാമേറ്റ്. രണ്ടാമത്തെ ഗ്യാമേറ്റ്സ് ആരായിരിക്കാം? ABC ആവില്ല, സ്മോൾ സി അല്ലേ. ക്യാപിറ്റൽ എ, ഇത് ക്യാപിറ്റൽ സി. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി അല്ല, ഇവിടെ സ്മോൾ സി. ഇവിടെ ആരാണ്? ഇവിടെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, സ്മോൾ സി രണ്ടാമത്തെ ഗ്യാമേറ്റ്സ്. ഓക്കെ, 3 ഏതാണ്? ക്യാപിറ്റൽ എ, സ്മോൾ ബി, ക്യാപിറ്റൽ സി 3 ഗ്യാമേറ്റ്സ്. 4 ഏതാണ്? സ്മോൾ എ,
ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. ഓക്കെ, അടുത്തത് ഏതായിരിക്കും? സ്മോൾ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. ഓക്കെ, അടുത്തത് സ്മോൾ എ, സ്മോൾ ബി, ക്യാപിറ്റൽ സി. ഇനി ഒന്നുകൂടി ഉണ്ട്, ഒരു ക്യാപിറ്റൽ എ, ഈ സ്മോൾ ബി, സ്മോൾ സി ആവാം അല്ലേ? ക്യാപിറ്റൽ എ, സ്മോൾ ബി, സ്മോൾ സി. 7. എട്ടാമത്തെ എല്ലാം റിസസീവ് ആയിട്ടുള്ള എ, ബി, സി. കണ്ടോ? അപ്പോൾ എത്ര ഗ്യാമൈറ്റ്സ് ഉണ്ടായി ഈ പാരൻറ്റിൽ നിന്ന്? 1, 2, 3. ഇവിടെ 4, 5, 6, 7, 8. ഓക്കെ, ഇത് ഈ പാരൻറ്റിൽ നിന്നും സെയിം തന്നെ അല്ലേ? ഇൻറ്റു അടുത്ത ഗ്യാമൈറ്റ്സ്. അടുത്ത ഗ്യാമൈറ്റ്സ്? സെയിം ഗ്യാമൈറ്റ്സ് തന്നെ ഇവിടെ എഴുതാം. എ, ബി, സി. നമ്മളിവിടെ എഴുതുമ്പോൾ ഏതൊക്കെ എഴുതും? എ, ബി, സി, ക്യാപിറ്റൽ എ, ബി, സി. അപ്പോൾ ഇവർ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കൊരു പണ്ണറ്റ് സ്ക്വയർ കിട്ടും. ഇതാണ് കണ്ടോ? എ, എ, ബി, ബി, സി, സി ഇൻറ്റു ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ക്യാപിറ്റൽ സി. കണ്ടോ? ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്രയും ഗ്യാമൈറ്റ്സ് ഉണ്ട്. അപ്പോൾ 8 × 8 16 കോളത്തിൻ്റെ ഒരു പണ്ണറ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ ആ റേഷ്യോ ഒന്ന് നോക്കൂ. 1:6:15:20:20:15:15:6:1. അപ്പോൾ നോക്കുക, 20 + 30 50. 50 + 30 എത്രയാ? 50. 50 + 6 56. 56 + 6 62. 63 64. കറക്റ്റ് അല്ലേ റേഷ്യോ? കറക്റ്റ് ആയല്ലോ. അപ്പോൾ ഇതാണ് ട്രൈ ഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീനോടൈപ്പ് നമുക്ക് എങ്ങനെ പറയാം? ഓക്കെ, ഇവിടെ എന്താണ് ഈ 6 ഇട്ടേക്കണത്? എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു, ഡോമിനൻ്റ് അലീലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ അല്ലേ? ഡോമിനൻ്റ് അലീലിൻ്റെ നമ്പർ അനുസരിച്ചിട്ടാണ് ക്യുമുലേറ്റീവ് എഫക്റ്റ് നോക്കുന്നത് അല്ലേ? അപ്പം നോക്കുക, ഇവിടെ നോക്കുക, ഫസ്റ്റ് കോളം ഇ, ബി, സി ഇൻറ്റു ഈ ഗ്യാമൈറ്റ്സ് എല്ലാം ഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്യാമൈറ്റ്സ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എത്ര ഡോമിനൻ്റ് അലീൽസ് ഉണ്ടായിരുന്നു? 1, 2, 3, 4, 5, 6 അല്ലേ? 6. ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 5. അപ്പോൾ ഈ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ഡോമിനൻ്റ് അലീൽസാണ്. ഇവിടെ 6, 5, 5, 5. അപ്പോൾ ആ റേഷ്യോ നമുക്ക് എങ്ങനെ കിട്ടും? നോക്കുക, എങ്ങനെ റേഷ്യോ കിട്ടിയത് നമ്മൾ പറഞ്ഞു. 1:6:15. ഈ 1 ആരായിരിക്കും? എല്ലാ ഡോമിനൻ്റ് വന്നിരിക്കുന്നത്, എല്ലാം റിസസീവ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫീനോടൈപ്പ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ 4 എന്നുള്ള നമ്പറാണ് കൂടുതലുള്ളത് വരുന്നത് അല്ലേ? പിന്നെ നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഈ ഒരു ടൈപ്പ് 15 ഉണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 13, 14, 15, 16, 17, 18, 19, 20. 20. ഈ ഒരു ടൈപ്പ് 3 ഡോമിനൻ്റ് അല്ലുള്ളത് 20 ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് 2 വരുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അത് ഈ 15 ആയി. ബാക്കിയുള്ള 1 എന്ന് പറയുന്നത് 6 ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് 3 എന്ന് പറയുന്നതും 3 അല്ല 4 എന്ന് പറയുന്നത് 4 അല്ല 5 എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ 1 എന്ന് പറയുന്നത് എല്ലാം 6 എണ്ണം വരുന്നത്, 6 എണ്ണം ഡോമിനൻ്റിൽ വരുന്നത്. ഓക്കെ, ഒന്നും ഡോമിനൻ്റിൽ ഇല്ലാത്തത് 0 വരുന്നത് ഇത് അല്ലേ? ഇനി അടുത്തത് 20 വരുന്നത് ആരായിരുന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 13, 14, 15, 16, 17, 18, 19, 20. 20 വന്നത് ആരായിരുന്നു? 3 ഡോമിനൻ്റ് അലിയിലുള്ളത്. ഇത് 6 ഡോമിനൻ്റ് അലിയിലുള്ളത്, 0 ഡോമിനൻ്റ് അലിയിലുള്ളത്. ഓക്കെ, ഇനി 6 വരുന്നത് ഏതായിരുന്നു? 1, 2, 3. 6 വരുന്നത് എത്ര എണ്ണാണ്? 5 അല്ലേ? 1, 2, 3, 4, 5, 6. അതൊന്ന്. അപ്പോൾ അതിൽ 5 ഡോമിനൻ്റ് അല്ലിൽ വരുന്നത് 6 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ 15 എണ്ണം വരുന്നത് ഏതായിരുന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 13, 14, 15, 16. അല്ല, 1, 3, 12, 15, 18. അത് ഏതായിരുന്നു? 20 വരുന്നത് 3 ഡോമിനൻ്റ് അല്ലിലായിരുന്നു. 13
12 15 ഇതേ 3 + 3 6 9 12 13 15 വരുന്നത് 4 ഡോമിനൻ്റ് അലീൽസ് ഉള്ളത്, 5 ഡോമിനൻ്റ് അലീൽ ഉള്ളത്, 3 ഡോമിനൻ്റ് അലീൽ ഉള്ളത്. നെക്സ്റ്റ് ഒരു 15 കൂടി വരുന്നുണ്ട്. അതേതാണ്? 6 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 3 അല്ലേ? 2 ആയിരിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 2 ഡോമിനൻ്റ് അലീലുള്ളതും 5 ഉണ്ട്. ഇനി ഒരു 6 1 ഡോമിനൻ്റ് അലീലുള്ളത് 1 2 3 4 5 6 കണ്ടോ? അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് റേഷ്യോ വരുന്നത്. ഓക്കെ, 1 ഡോമിനൻ്റ് അലീലുള്ളത് 6 ഡോമിനൻ്റ് അലീലുള്ളത് 1, 0 ഡോമിനൻ്റ് അലീൽ 1, 5 ഡോമിനൻ്റ് അലീലുള്ളത് 6 എണ്ണം, പിന്നെ ഏതാണ് 1 ഡോമിനൻ്റ് അലീലുള്ളതും 5 ഡോമിനൻ്റ് അലീലുള്ളതും 1 ഡോമിനൻ്റ് അലീലുള്ളതും 6 എണ്ണം ഉണ്ട്. പിന്നെ 15 എണ്ണം ഉള്ളത് 4 ഡോമിനൻ്റ് അലീലുള്ളതും 2 ഡോമിനൻ്റ് അലീലുള്ളതും, പിന്നെ 3 ഡോമിനൻ്റ് അലീലുള്ളത് 20 എണ്ണം ഉണ്ട്. അപ്പോൾ നോക്കിയല്ലോ, ക്ലിയർ ആയാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, എന്നാലും മനസ്സിലാക്കിയിരിക്കാം. 1 ഡോമിനൻ്റ് അലീലുള്ളത് എല്ലാ ഡോമിനൻ്റ് അലീലുള്ളതും 1, എല്ലാ റിസസീവ് 0 ഡോമിനൻ്റ് അലീലുള്ളത് 1, ഓൾ റിസസീവ് വരുന്നത് വൈറ്റ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 5 ഡോമിനൻ്റ് അലീലുള്ളതും 1 ഡോമിനൻ്റ് അലീലുള്ളതും 6 എണ്ണം. ഓക്കെ, 4 5ഉം 1ഉം, 4 ഡോമിനൻ്റ് അലീലുള്ളതും 2 ഡോമിനൻ്റ് അലീലുള്ളതും എത്ര എണ്ണം? 15 എണ്ണം. ഇനി 3 ഡോമിനൻ്റ് അലീലുള്ളത് ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് ആണല്ലോ. 3 ഡോമിനൻ്റ് അലീൽ എന്ന് പറയുമ്പോൾ അത് 20 ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളർ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? എല്ലാം ഡോമിനൻ്റ് അലീലുള്ളത് ഒരെണ്ണം, 0 ഡോമിനൻ്റ് അലീലുള്ളത് 1, പിന്നെ 3 ഡോമിനൻ്റ് അലീലുള്ള ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് ഏറ്റവും കൂടുതലുള്ളത് 20 എണ്ണം, പിന്നെ 5 ഡോമിനൻ്റ് അലീലുള്ളതും 1 ഡോമിനൻ്റ് അലീലുള്ളതും 6 എണ്ണം, 15 ഡോമിനൻ്റ് അലീലുള്ളത് 4 ഡോമിനൻ്റ് അലീലും 2 ഡോമിനൻ്റ് അലീലുള്ളതും 15 വീതം. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രൈ ഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമുക്ക് CBSE സിലബസിലെ ഒരു സപ്ലിമെൻ്ററി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫെബ്രുവരി ആകുമ്പോൾ ഒരു സിലബസ് വരാൻ ചാൻസ് ഉണ്ട്. ആ സിലബസിൽ മിക്കവാറും എല്ലാ തവണയും ഉണ്ടാവുന്ന ഒരു ടോപ്പിക്കാണ് ട്രൈ ഹൈബ്രിഡ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ തന്നെ അത് മെൻഷൻ ചെയ്തു. പിന്നീടേക്ക് നമ്മുടെ സിലബസിൽ ഇപ്പോൾ ഉള്ള NCERT ടെക്സ്റ്റിൽ ഇല്ല അത്, പക്ഷേ സപ്ലിമെൻ്ററി മെറ്റീരിയൽ ആയിട്ട് വരുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രൈ ഹൈബ്രിഡ് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. സ്റ്റേറ്റ് സിലബസിലുള്ളവർ ജസ്റ്റ് ട്രൈ ഹൈബ്രിഡ് ഈ പോയിന്റ് കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം നോട്ട് എഴുതുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും എന്താണ് വാല്യുബിൾ പോയിൻ്റ് ആണ് അല്ലേ, അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്? കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വാട്ട് ഈസ് മീൻ ബൈ പോളിജനിക് ഇൻഹെറിറ്റൻസ്? 1 ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ ഇസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 1 ജീൻ. എക്സാമ്പിൾ ഇവിടെ എന്ന് പറയുന്നത് is also known as quantitative inheritance. The quantity of എന്തുകൊണ്ടാണ് quantitative inheritance പറയാൻ കാരണം? quantity of inheritance is controlled by dominant allele ആണ്. dominant allelesനാണ് cumulative effect on expressing a particular trait ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കുറേ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഹൈറ്റ്, സ്കിൻ കളർ, ഓട്ടിസം, അങ്ങനെയുള്ള കുറേ ലോങ്വിറ്റി, ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് സ്കിൻ കളർ മെയിനാണ്. അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, അതിൻ്റെ റിസസീവ് അലീലായിരിക്കും 3. അപ്പോൾ ഈ ഒരു ക്രോസ് ട്രൈ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. എ ക്രോസ് ബിറ്റ്വീൻ 3 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഈ 3 ജീൻസിൻ്റെയും ക്യുമുലേറ്റീവ് എഫക്റ്റ് കൊണ്ടാണ് ഒരു പർട്ടിക്കുലർ സ്കിൻ കളർ ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ എ എല്ലാ അലീൽസും ഡോമിനൻ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ഇറ്റ് ഈസ് ദ ഡോമിനൻ്റ് ക്യാരക്ടർ. ഡോമിനൻ്റ് ക്യാരക്ടർ ഈസ് ഡാർക്ക് സ്കിൻ കളർ നിഗ്രോസിൻ്റെ അല്ലേ. എല്ലാം റിസസീവ് ആണെങ്കിൽ വൈറ്റ്, ആൽബിനോ എന്ന് പറയും. ഓക്കെ, ഇവരെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കിൻ കളർ ഏതാണ്? ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളർ വിച്ച് ഈസ് നോൺ ആസ് മുളട്ടോ എന്ന് പറയും. ഇനി ഇതിനെ സെൽഫ് ചെയ്യുമ്പോൾ F1 ഹൈബ്രിഡിനെ സെൽഫ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പാരൻറ്റിൽ നിന്നും സെൽഫ് ചെയ്യാന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി ഇൻറ്റു ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി. അപ്പോൾ ഇവർ രണ്ടുപേരെയും പാരൻസിൻ്റെ ഗ്യാമേറ്റ്സ് 8 വീതം ഗ്യാമേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ 8 × 8 64 കോളംസ് ഉള്ള എന്താണ് റോസ് ആൻഡ് കോളംസ് ഉള്ള 64 കോളംസ് ഉള്ള എന്താണ് ഒരു പണറ്റ് സ്ക്വയർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രൈ ഹൈബ്രിഡ് റേഷ്യോ ആണ് 1:6:2
15:20 പിന്നെ എന്താണ് വീണ്ടും 15:6:1. ഇതിൽ 1 എന്ന് പറയുന്നത് എല്ലാ ഡോമിനൻ്റ് ആയിട്ടുള്ളതും എല്ലാം റിസസീവ് ആയിട്ടുള്ളതും അല്ലേ. എല്ലാം ഡോമിനൻ്റ് ആയിട്ടുള്ളത് 6 ഡോമിനൻ്റ് അല്ലിലുള്ളത് 1, 0 ഡോമിനൻ്റ് അല്ലിലുള്ളത് 1. ഓക്കെ, പിന്നെ 3 ഡോമിനൻ്റ് അലീൽസ് ഉള്ളത് ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് അതാണ് 20 എന്ന് വരുന്നത്. പിന്നെ 5 ഡോമിനൻ്റ് അലീലുള്ളതും 1 ഡോമിനൻ്റ് അലീലുള്ളതും 6 വീതം. പിന്നെ 4 ഡോമിനൻ്റ് അലീലുള്ളതും 2 ഡോമിനൻ്റ് അല്ലിയുള്ളതും 15 വീതം. അപ്പം നമുക്കൊരു റേഷ്യോ കിട്ടും 1:6:15:20:15:6:1. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി പോളിജനിക് ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പോളിജനിക് ഇൻഹെറിറ്റൻസിൻ്റെ മാക്സിമം എല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പോയിൻറ്റ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇനിയും കുറേ പോയിൻറ്റ്സ് പറയാം, പക്ഷെ നമുക്ക് +2 ലെവലിൽ ഇത്രയും പോയിൻറ്റ്സ് മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്താണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ? 1 ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 1 ജീൻ അല്ലെങ്കിൽ മെനി ജീൻസ്. ഓക്കെ, അപ്പോൾ എന്താ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് ബിക്കോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻഹെറിറ്റൻസ് ഡിപ്പെൻഡ്സ് upon ദി ഡോമിനൻ്റ് അലീൽ. ആരാണിത് കണ്ടുപിടിച്ചത്? കൊളറൻറ്റർ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇതിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. വീക്ക് കേണൽ, പ്ലാന്റ്സിലാണെങ്കിൽ വീക്ക് കേണലിൻ്റെ കളറ്, സ്കിൻ കളറ്, ഹൈറ്റ് ഇൻ മെൻ, ഇതാണ് നമ്മൾ 3 മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതിൽ സ്കിൻ കളർ ഓഫ് മെൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റഡി ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത് ആൽബിനെയും ആര് തമ്മിലുള്ള ഒരു നീഗ്രോ ഫിമെയിലും ഒരു യൂറോപ്യൻ മെയിലും തമ്മിലുള്ള ഒരു ഇന്റർ മാരേജസിലാണ് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടാണ്. അതിൽ നിന്ന് കിട്ടിയ ഡാറ്റാസാണ് സ്കിൻ കളർ ഓഫ് മെൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അത് ഫസ്റ്റ് സ്റ്റഡി ചെയ്തത് ഡെവൻപോർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഡെവൻപോർട്ട്. ഓക്കെ, ഡെവൻപോർട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ലേഡി അല്ലേ, നീഗ്രോ ലേഡി ABBCC ഇൻ്റർമീഡിയറ്റ് കളർ കിട്ടും. ഇതിന് F1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ ആണ് 1:6:15:20:2 വീണ്ടും 15:6:1. അതിൽ 1 നീഗ്രോ ആൻഡ് ഡാർക്ക്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് 3 ഡോമിനൻ്റ് അലീൽസ് ഉള്ളതാണ്, അത് 20 ഉണ്ട്. പിന്നെ 1 ഡോമിനൻ്റ് അലീലുള്ളതും 5 ഡോമിനൻ്റ് അലീലുള്ളതും വീതം 6 വീതമാണ്. പിന്നെ 4 ഡോമിനൻ്റ് അലീലുള്ളതും 2 ഡോമിനൻ്റ് അലീലുള്ളത് എത്രയാണ്? 15 വീതമാണ്. ഓക്കെ, അപ്പോൾ റേഷ്യോ എന്താണ്? ഇതൊരു പോളിജനിക് ഇൻഹെറിറ്റൻസിൽ സ്കിൻ കളർ ഇൻ മെൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ട്രൈഹൈബ്രിഡ് കോസ് ട്രൈഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ ഈസ് 1:6:15:20:15:6:1. ക്ലിയർ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദി പോളിജനിക് ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ മോണോഹൈബ്രിഡ് റേഷ്യോ, ഡൈഹൈബ്രിഡ് റേഷ്യോ, നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലെ ഒരു ട്രൈഹൈബ്രിഡ് ക്രോസിന് എക്സാമ്പിളും പഠിച്ചു. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഏതാണ്? പ്ലയോട്രോപ്പിസം. വാട്ട്സ് മെന്റ് ബൈ പ്ലയോട്രോപ്പിസം? വളരെ സിമ്പിളാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജെനറ്റിക്സിലെ, അല്ലേ? സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങളെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കാനായിട്ട് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പ്ലയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ? പോളിജനിക്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചത്? നോൺ മെൻഡേലിയൻ ലോസ് ഫോളോ ചെയ്യാത്ത ഫസ്റ്റ് 1 ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലേ. ഏതായിരുന്നു? പിങ്ക് കളർ. പിങ്കും വൈറ്റും കൂടി ചേരുമ്പോൾ പിങ്ക് അല്ല ഉണ്ടായത്, റെഡും വൈറ്റും കൂടി ചേർന്നപ്പോൾ റെഡ് അല്ല ഉണ്ടായത്, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പിങ്കാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ഏതിന് എക്സാമ്പിളാണ്? 1:2 റേഷ്യോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് F1 ഹൈബ്രിഡ് ഷോ ആൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ ബിറ്റ്വീൻ ബോത്ത് ദ പാരന്റ്. നെക്സ്റ്റ്, ബോത്ത് അലീൽസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ് AB ബ്ലഡ് ഗ്രൂപ്പ് പഠിച്ചു. മൾട്ടിപ്പിൾ അലീൽസ് 1 ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 2 അലീൽസ്. മൾട്ടിപ്പിൾ അലീൽസും പഠിച്ചു. ABO ബ്ലഡ് ഗ്രൂപ്പ് തന്നെ വീണ്ടും എക്സാമ്പിൾ വന്നത്. പിന്നെ പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു 1 ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ മെനി ജീൻസ് ആണ്. അലീൽസ് അല്ല, മെനി ജീൻസ്. സ്കിൻ കളർ ഇൻ മാൻ, ട്രൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചു. നെക്സ്റ്റ് എന്താണ്? പ്ലയോട്രോപ്പിസം. വളരെ സിമ്പിളാണ്, പേര് പോലെ പേടിക്കാനൊന്നുമില്ല. എന്താണ് പ്ലയോട്രോപ്പിസം? നമ്മൾ പഠിച്ചത് ABO ബ്ലഡ് ഗ്രൂപ്പിൽ 1 ക്യാരക്ടർ, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ 1 ക്യാരക്ടർ കൺട്രോൾഡ് ബൈ മോർ ദാൻ 2 അലീൽസ്. അലീൽ ഏതൊക്കെയാ? IBI അലീൽസ് അല്ലേ, അലീലാണ്.
പിന്നെ രണ്ടാമത് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് മോർ ദാൻ 1 ജീനാണ് അല്ലേ. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ജീനിന് ABB ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഹെട്രോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ. ഇവിടെ ഒരു ജീനേ ഉള്ളൂ B ആൻഡ് ഇറ്റ്സ് അലീൽ അല്ലേ. അടുത്തത് സ്മോൾ ബി. ഈ ഒരു ജീൻ B എന്ന് പറയുന്ന ജീൻ അല്ലെങ്കിൽ അതിൻ്റെ റിസസീവ് ആയിട്ടുള്ള B ജീൻ, ആകെ ഒരു ജീനേ ഉള്ളൂ അല്ലേ. ഈ ഒരു ജീനിന് മെനി ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് വൺ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ അലീൽ പഠിച്ചു മൾട്ടിപ്പിൾ അലിസിസിൽ. പിന്നെ 1 ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മെനി ജീൻസ് പഠിച്ചു അല്ലേ. 1 ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മെനി അലീൽസ് പഠിച്ചു. 1 ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മെനി ജീൻസ് പഠിച്ചു. ഇനി നമ്മൾ പറയുന്നത് ഒരു സിംഗിൾ ഓൺലി 1 ജീൻ, സിംഗിൾ ജീൻ ഹാവ് മെനി ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ. ട്രേറ്റ് 1, ട്രേറ്റ് 2 വേറൊരു ക്യാരക്ടർ. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ എന്താണ് പ്ലയോട്രോപ്പിസ് എന്ന് പറഞ്ഞാൽ? ഒരു സിംഗിൾ ജീൻ. എന്താണ് ഒരു സിംഗിൾ ജീൻ? ഈ സിംഗിൾ ജീനിന് എന്തുണ്ട്? സിംഗിൾ ജീനിന് ഒരു ട്രേറ്റ് ഉണ്ട്, ഓക്കെ, വേറൊരു ട്രേറ്റ് ഉണ്ട്. എന്താ ഈ ABC കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രേറ്റ് A, ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ കേട്ടോ. ട്രേറ്റ് B, ട്രേറ്റ് C. കണ്ടോ, അപ്പോൾ ട്രേറ്റ് 1, ട്രേറ്റ് 2, ട്രേറ്റ് C. അപ്പോൾ ഒരു സിംഗിൾ ജീനിന് കുറേ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്ലയോട്രോപ്പിസം. അപ്പോൾ മൾട്ടിപ്പിൾ അല്ലിസം എന്തായിരുന്നു? 1 ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 1 അലീൽ. പോളിജനിക് ഇൻഹെറിറ്റൻസ് 1 ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 1 ജീൻ. അപ്പോൾ എന്താണ് പ്ലയോട്രോപ്പിസം? എ സിംഗിൾ ജീൻ എന്ത് ചെയ്യുന്നു? സിംഗിൾ ജീൻ എക്സിബിറ്റ്സ് മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ. ഫിനോട്ടിപ്പിക് expression. A single gene exhibits multiple phenotypic expression is known as pleiotropism, and such genes are known as pleiotropic genes. പ്ലയോട്രോപ്പിസത്തിന് കാരണമായിട്ടുള്ള ജീനിന് എന്ത് പറയും? പ്ലയോട്രോപ്പിക് ജീൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എക്സാമ്പിളായിട്ട് 3 എണ്ണം പറയുന്നുണ്ട്. എക്സാമ്പിൾ 1 ഈസ് ഷുഗർ സിന്തസിസ് ഇൻ പീ പ്ലാന്റ്. ഷുഗർ അല്ലെങ്കിൽ സ്റ്റാർച്ച് സിന്തസിസ്. ഏതൊക്കെയാണ്? സ്റ്റാർച്ച് എന്ന് പറയാം നമുക്ക് അല്ലേ. സ്റ്റാർച്ച് ഈസ് എ പോളിസാക്കറൈഡ്, ഷുഗർ തന്നെയാണ്. സ്റ്റാർച്ച് സിന്തസിസ്. ഫസ്റ്റ് എക്സാമ്പിൾ 1 സ്റ്റാർച്ച് സിന്തസിസ്. എക്സാമ്പിൾ 1 സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ്. ഒന്ന്. രണ്ടാമത്തെ എക്സാമ്പിളാണ് ഫിനൈൽ കീറ്റോനൂറിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ. എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3. ഇത് 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം എന്താണ് പ്ലയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ? വാട്ട്സ് meant by പ്ലയോട്രോപ്പിസം? പ്ലയോട്രോപ്പിസം ഈസ് ദ സിംഗിൾ ജീൻ ഹാവ് മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ അല്ലേ. ഒരു സിംഗിൾ ജീന് മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത് പറയും? പ്ലയോട്രോപ്പിസം എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് പ്ലയോട്രോപ്പിസം? സിംഗിൾ ജീൻ എക്സിബിറ്റ് മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ. ഓക്കെ, അങ്ങനെ അതിനെയാണ് പ്ലയോട്രോപ്പിസം എന്ന് പറയുന്നത്. അത്തരം ജീനെയാണ് പ്ലയോട്രോപ്പിക് ജീൻ എന്ന് പറയുന്നത്. പ്ലയോട്രോപ്പിസത്തിന് കോസ് ചെയ്യുന്ന ജീൻസിനെ പ്ലയോട്രോപ്പിക് ജീൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഷുഗർ സിന്തസിസ് ഇൻ പീ പ്ലാന്റ് അല്ലേ. ഫസ്റ്റ് എക്സാമ്പിൾ ഏതായിരുന്നു? സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ് ആണ് ഫസ്റ്റ് എക്സാമ്പിൾ. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഓക്കെ, സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ് ആണ് ഫസ്റ്റ് എക്സാമ്പിൾ. എന്താണ്
പീ പ്ലാന്റ് അല്ലേ, ഇത് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടിയുടെ പയറാണ്, അതിൻ്റെ സീഡാണ്, പയറാണത് അല്ലേ. അതിലെ സ്റ്റാർച്ച് സിന്തസിസ് ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ 1 ആയിട്ട് നമ്മൾ പറയുന്നത് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ്. അപ്പോൾ പയർ ചെടിയുടെ പയറാണ്, പോഡാണത്, അല്ലെ സീഡ്. എന്താ സീഡിൻ്റെ വ്യത്യാസം? ഈ ഇതിലെ സീഡിൻ്റെ സ്റ്റാർച്ച് സിന്തസിസ് കൺട്രോൾ ചെയ്യുന്ന ജീനാണ് BB എന്ന് പറയുന്ന ജീൻ. ഓക്കെ, അപ്പോൾ BB എന്ന് പറയുന്ന ജീനുള്ളതിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും. പിന്നെ ഈ BB ജീൻ്റെ ഒരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് വലിയ സൈസുള്ള സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതിൽ എന്താണ് ലാർജ് സ്റ്റാർച്ച് ഗെയിൻ. അപ്പോൾ അതിൻ്റെ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, BB ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഒന്ന് എഫക്റ്റീവ് സ്റ്റാർച്ച് സിന്തസിസ്. ഓക്കെ, രണ്ടാമത്തെ അതിൻ്റെ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് ലാർജ് സൈസ്ഡ് സീഡ് ഉണ്ടാവും, ലാർജ് സൈസ്ഡ് സീഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസസീവ് ജീൻ ഉണ്ട് അല്ലേ. റിസസീവ് ജീനിൻ്റെ എന്തൊക്കെയായിരിക്കും? റിസസീവ് ജീനിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്. റിസസീവ് ജീനിന് ഉള്ള ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് ലെസ്സർ സ്റ്റാർച്ച് സിന്തസിസ്. ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? സ്മോൾ സൈസ്ഡ് സീഡ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ BB എന്ന് പറയുന്ന ഈ ജീനിന് എന്താ പ്രത്യേകത? BB എന്ന് പറയുന്ന ഈ ജീനിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട്? BB എന്ന് പറയുന്ന ജീനിന് 2 ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് 2 ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ? ഒന്ന് ക്യാപിറ്റൽ B ആണെങ്കിൽ ലാർജ് സൈസ്ഡ് സീഡ് ആയിരിക്കും, എഫക്റ്റീവ് സ്റ്റാർച്ച്, ധാരാളം സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യും. സ്മോൾ B ആണെങ്കിൽ സ്മോൾ സൈസ്ഡ് സീഡാണ്, പിന്നെ അതിൽ കുറച്ച് സ്റ്റാർച്ച് സിന്തസിസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സിംഗിൾ ജീനിന് 2 ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ 2 ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ? ഒന്ന് സൈസ് അതിൻ്റെ കൂടുതലാണ് അല്ലേ. 2 എന്തായിരുന്നു? 2 സൈസ് കൂടുതലായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എഫക്റ്റീവ് സ്റ്റാർച്ച് സിന്തസിസ് ആയിരുന്നു. സ്മോൾ ബിക്ക് സൈസ് കുറവായിരുന്നു, പക്ഷേ എന്താണ്, സൈസും കുറവായിരുന്നു, സ്റ്റാർച്ച് സിന്തസിസും കുറവായിരുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ പ്രോസ് നടത്താൻ പോവാണ് കേട്ടോ. അതായത് ക്യാപിറ്റൽ BB ഉള്ള ഈ ലാർജ് സൈസും സ്മോൾ ഗ്രെയിനുള്ള ഈ ജീനും അതിൻ്റെ റിസസീവ് ക്യാരക്ടർ സ്മോൾ സൈസ്ഡും ലെസ്സർ സ്റ്റാർച്ച് സിന്തസിസും ഉള്ള ഈ 2 ജീൻ, പാരൻ്റ് 1, അതിൻ്റെ ഗ്യാമേറ്റ്സ് ആണ് ക്യാപിറ്റൽ B, സ്മോൾ b. അപ്പോൾ ആരെ കിട്ടി? F1 കിട്ടി, ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് അല്ലേ. അതായത് ഈ BB ഡസ് നോട്ട് ഫോളോ ദ മെൻഡേലിയൻ റൂൾ അല്ല, ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് എന്നാണ് പറഞ്ഞത്. ഇൻ്റർമീഡിയറ്റ് സൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ ഇതെന്താണ് കാണിക്കുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്ലയോട്രോപിസത്തിൽ ഷുഗർ സിന്തസിസ് അല്ല, നമ്മുടെ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റിൽ കിട്ടിയ ഇൻ്റർമീഡിയറ്റ് F1 ഹൈബ്രിഡ് ഷോസ് നൺ ഓഫ് ദി ക്യാരക്ടർ ഓഫ് ബോത്ത് ദ പാരൻറ്റ്, ഇറ്റ് ഷോസ് ആൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ. അപ്പോൾ ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് പറയാം. പക്ഷെ നമ്മളിവിടെ ഏതിന് എക്സാമ്പിളായിട്ടാണ് ഈ ക്യാരക്ടർ പറഞ്ഞത്? നമ്മളിവിടെ പറയുന്നത് പ്ലയോട്രോപിസത്തിന്. എന്തുകൊണ്ടാണ് പ്ലയോട്രോപിസം എന്ന് പറഞ്ഞാൽ BB എന്ന് പറയുന്ന സിംഗിൾ ജീനിന് മൾട്ടിപ്പിൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് എഫക്റ്റീവ് സ്റ്റാർച്ച് സിന്തസിസ്, ക്യാപിറ്റൽ BB ആണെങ്കിൽ എഫക്റ്റീവ് സ്റ്റാർച്ച് സിന്തസിസും സ്മോൾ BB ആണെങ്കിൽ ലെസ്സർ സ്റ്റാർച്ച് സിന്തസിസും. പിന്നെ ക്യാപിറ്റൽ B ആണെങ്കിൽ വേറൊരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനും കൂടി ഉണ്ട്, ലാർജ് സൈസ്ഡ് സീഡ് ആയിരിക്കും. സ്മോൾ B ആണെങ്കിൽ സ്മോൾ സൈസ് സീഡ് ആയിരിക്കും. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഗ്യാമൈറ്റ്സ് കിട്ടും, F1 ഹൈബ്രിഡ് കിട്ടും. F1 ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സൈസും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റാർച്ച് സിന്തസിസുമുള്ള F1 ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന
നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് കൂടി ഇവിടെ ഈ സ്റ്റാർട്ട് സിന്തസിസ് ഇൻ പീ പ്ലാന്റിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഏതൊക്കെ എക്സാമ്പിൾസ് ആണ്? നമ്മുടെ വേറെ 2 എക്സാമ്പിൾസും കൂടി ഉണ്ട് അല്ലേ? കുറച്ച് ഫിഗറൊക്കെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ആ എക്സാമ്പിൾസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്? 2 എക്സാമ്പിളാണ് പറഞ്ഞത്. ഈ ഒരു ടേം നമുക്ക് മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പിന്നീട് വരുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോവുകയാണ് ഫസ്റ്റത്തെ ഡിസോർഡർ ഏതാണ്? 2 എക്സാമ്പിൾ ഉണ്ട് അല്ലേ? ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് സിന്തസിസ് പറഞ്ഞു, അടുത്തത് പ്ലയോട്രോപിസത്തിന് എക്സാമ്പിൾ ഫിനൈൽകീറ്റോനുറിയ, അടുത്തത് എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ എന്താണ് ഫിനൈൽകീറ്റോനുറിയ, എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇനി ഇതൊരു വേറൊരു ടോപ്പിക്കിലൂടെ പറയും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്ലയോട്രോപിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത് എന്തുമാത്രമാണ്? എന്താണ്? ഷുഗർ സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പബ്ലിക് എക്സാം വരുമ്പോൾ എക്സ്പ്ലെയിൻ പ്ലയോട്രോപിസം ഇൻ ടേംസ് ഓഫ് ഏതിൻ്റെ ടേംസിൽ? PKU ആൻഡ് സിക്കിൾ സെൽ അനീമിയ. ഈ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ ഫിനൈൽകീറ്റോനുറിയ എന്നീ ഡിസോർഡേഴ്സ് വെച്ചിട്ട് പ്ലയോട്രോപിസത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾക്കത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അത് വെറും എക്സാമ്പിൾ എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രീതിയിൽ പ്ലയോട്രോപിസം വെച്ചിട്ട് ഈ അസുഖത്തിനെ എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളതും കൂടി പഠിക്കണം. മെൻഡേലിയൻ ഡിസോർഡറിൽ നമ്മൾ പഠിക്കും ഓൾറെഡി, പക്ഷേ അതിൽ ആ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്ലയോട്രോപിസത്തിൻ്റെ ആ ഫോമാറ്റിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ ആൻസർ ചെയ്യണം എന്നുള്ളത് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ എക്സാമ്പിൾസിനെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്ലയോട്രോപിസം എന്ന പോർഷൻ്റെ അണ്ടറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, ഭയങ്കര സിമ്പിളാണ്. ഇത് നമ്മൾ ഇനിയും ഒരിടത്തും കൂടി പഠിക്കുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മൾ കുറേ ഫുഡിലൂടെ പ്രോട്ടീൻസ് കഴിക്കുന്നുണ്ട് അല്ലേ? ഡയറ്റിലൂടെ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. ആ പ്രോട്ടീൻ എന്ത് സംഭവിക്കും? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ അത് കിടക്കുമ്പോൾ അതിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ല കാറ്റബോളിക്സ് ഒക്കെ നടന്ന് അതിൻ്റെ സ്മോളർ യൂണിറ്റ് ആയിട്ടുള്ള നമ്മൾ +1 പഠിച്ചതാണ് ബയോകെമിസ്ട്രിയിൽ. സ്മോളർ യൂണിറ്റ് ഓഫ് പ്രോട്ടീൻസ് ആർ അമിനോ ആസിഡ്സ്. ബേസിക് യൂണിറ്റ്സ് ഓഫ് പ്രോട്ടീൻസ് ആർ അമിനോ ആസിഡ്സ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ നമ്മൾ ഡയറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു അമിനോ ആസിഡാണ് ഫിനൈൽ അലാനിൻ. ഏതാണ്? ഫിനൈൽ അലാനിൻ. നമ്മൾ പഠിക്കും ഇനി മോളിക്കുലർ ബയോളജിയിൽ ഈ 20 അമിനോ ആസിഡ്സിൻ്റെ പേരും. എത്ര അമിനോ ആസിഡ്സ് ഉണ്ട്? 20 അമിനോ ആസിഡ്സ് ഉണ്ട് അല്ലേ? ഈ 20 എണ്ണത്തിൻ്റെ പേരും നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഫിനൈൽ അലാനിൻ ഈസ് അമിനോ ആസിഡ്. അപ്പോൾ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ഈ അമിനോ ആസിഡിനെ എന്താ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകതയാണ് ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ഈ അമിനോ ആസിഡ് എന്താണ്? നമ്മുടെ ബോഡിയിൽ ഡയറ്ററി പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഫിനൈൽ അലാനിൻ എന്താ സംഭവിക്കുക? ഇത് അപ്പം തന്നെ അത് കൺവേർട്ട് ചെയ്തിട്ട് വേറൊരു പ്രോട്ടീനായിട്ട് മാറും. ഏതാ പ്രോട്ടീൻ? തൈറോസിൻ എന്ന് പറയുന്ന യൂസ്ഫുൾ പ്രോട്ടീനായിട്ട് മാറും. ഈ തൈറോസിൻ എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് അല്ലേ? അപ്പം നമ്മൾ ഡയറ്ററി പ്രോട്ടീൻ എന്നുള്ള പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഫിനൈൽ അലാനിന് എന്ത് സംഭവിക്കുന്നു? ഫിനൈൽ അലാനിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് യൂസ്ഫുൾ പ്രോട്ടീൻ ആയിട്ടുള്ള തൈറോസിനാക്കും. അപ്പോൾ ഈ ഫിനൈൽ അലാനിനെ കൺവേർട്ട് ചെയ്ത് യൂസ്ഫുൾ അമിനോ ആസിഡ് തൈറോസിനാക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എൻസൈംസ് ആർ ഓൾസോ പ്രോട്ടീൻ അല്ലേ? ഈ എൻസൈംസിനെ കോഡ് ചെയ്യുന്ന ഒരു ജീനുണ്ട്, എൻസൈമിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു ജീനുണ്ട്. ഓക്കെ, ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു. എന്താ മ്യൂട്ടേഷൻ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ജെനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം. അതായത് ഈ ജീനിൻ്റെ ഒരു നോർമൽ ഘടന ഉണ്ടല്ലോ, അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചു, സഡൻ ആയിട്ട് ഒരു ഹെറിറ്റബിൾ ചേഞ്ച്. അത് എന്ത് മൂലമാവാം? ഫിസിക്കൽ മ്യൂട്ടേജൻ്റ് ആയിട്ടുള്ള എക്സ്റേ റേഡിയേഷൻസ് മൂലമാവാം, കെമിക്കൽ മ്യൂട്ടേജൻ്റ് പോലുള്ള മസ്റ്റാർഡ് ഗ്യാസ്, അലിനിൻ, അങ്ങനെ കുറച്ച് ഫിസിക്കൽ മ്യൂട്ടേജൻസ് ഉണ്ട്, നമ്മൾ പഠിക്കും. ഇവർ വഴിയോ ഫോർമാലിഡിഹൈഡ് ഒക്കെ വഴിയോ ഫോർമലിൻ ഒക്കെ വഴി അങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ വഴിയോ മ്യൂട്ടേഷൻ സംഭവിച്ചു. ഏത് ജീനിന്? ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ
കൺവേർട്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഏത് എൻസൈമായിട്ട് മാറ്റുന്നു? ഏത് എൻസൈമായിട്ടാണ് മാറ്റുന്നത്? അല്ല, എൻസൈം അല്ല, ഏത് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നത്? യൂസ്ഫുൾ അമിനോ ആസിഡ് ആയിട്ടുള്ള തൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അതിൻ്റെ കൺവേർഷനെ സഹായിക്കുന്ന എൻസൈമാണ് ഫിനൈലലാനിൻ ഹൈഡ്രോക്സിലേസ്. ഈ എൻസൈമിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ജീനിന് പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അത് എന്ത് സംഭവിക്കും? ആ ജീൻ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പം എന്താ ഉണ്ടാവുക? ഫിനൈൽ അലാനിനെ കൺവേർട്ട് ചെയ്ത് തൈറോസിൻ ആവുന്ന പ്രോസസ്സ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. അതിന് പകരം ഫിനൈലലാനിൻ എന്താണ് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഒരു ഹാംഫുൾ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫിനൈൽ പൈറുവിക് ആസിഡായിട്ട് അക്യുമുലേറ്റ് ചെയ്യും നമ്മുടെ ബോഡിയിലും നമ്മുടെ ബ്ലഡിലും. പിന്നെ അത് എവിടെ പോയിട്ട് നമ്മളെ ബ്രെയിനിൽ, അല്ലേ, ഈ ഫിനൈൽ പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡെറിവേറ്റീവ്സ്, ഈ എന്താണ് ടോക്സിക് ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസ്, അതിൻ്റെ ഡെറിവേറ്റീവ്സും നമ്മളെ ബ്രെയിനിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ സബ്സ്റ്റൻസ് നമ്മൾ ബ്രെയിനിൽ പോയി അക്യുമുലേറ്റ് ചെയ്താൽ നമുക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ സംഭവിക്കും, ഒരു ബുദ്ധി കുറവ്. കണ്ടോ, നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ജീനിന് മ്യൂട്ടേഷൻ, നോർമലായിട്ടുള്ള ഫിനൈലലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ നിറയെ ഫിനൈൽ പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ടോക്സിക് സബ്സ്റ്റൻസ് നമ്മളെ ബ്ലഡിലൊക്കെ കൂടി നമ്മുടെ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ, മന്ദബുദ്ധിയാകുന്ന ഒരവസ്ഥ, ബോധത്തിന് ഒരു കുറവ് സംഭവിക്കുന്നു, ബുദ്ധിക്ഷയം സംഭവിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പിഗ്മെൻറ്റേഷൻ അടുത്ത ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ്. ഈ ഫിനൈൽ ക്വിറ്റോനൂറിയ എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ജീൻ ഉണ്ടാക്കുന്ന അടുത്ത ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് പിഗ്മെൻറ്റേഷൻ. എന്താണ് ഉണ്ടാവുക? പിഗ്മെൻറ്റേഷൻ. അടുത്തതാണ്, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഹെയർ ഫോളും ഉണ്ടാവും. അപ്പോൾ സിംഗിൾ ജീൻ, എന്താ സിംഗിൾ ജീൻ? ഫിനൈൽ കീറ്റോനൂറിയ എന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള മ്യൂട്ടൻ്റ് ജീനിന് ഇത്രയും 3 ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻസ് ഉണ്ട്. പിന്നെ ഒരു ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനും കൂടി ഉണ്ട്. എന്താണ്? ഈ ഫിനൈൽ പൈറുവിക് ആസിഡ് ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിഡ്നിക്ക് ഫിനൈൽ പൈറുവിക് ആസിഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, വേസ്റ്റിനെ അബ്സോർബ് ചെയ്ത്, അല്ലേ? അപ്പോൾ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ യൂറിനിലൂടെ ഇത് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അടുത്ത ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് എന്താണ്? എക്സ്ക്രീഷൻ, അല്ലേ? എന്തിൻ്റെ എക്സ്ക്രീഷനാണ്? ഫിനൈൽ പൈറുവിക് ആസിഡീസ് അല്ലെങ്കിൽ ഫിനൈൽ പൈറുവിക് ആസിഡ് ആൻഡ് അതിൻ്റെ ഡെറിവേറ്റീവ്സ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. അപ്പോൾ എത്ര ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ട്? ഒരു നോർമൽ ജീനായിരുന്നു, ആ ജീൻ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു. നോർമലായിട്ടുള്ള ആളാണ് കേട്ടോ. നോർമലായിട്ടുള്ള ആൾ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമലായിട്ടുള്ള ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചപ്പോൾ അത് എന്ത് അസുഖത്തിന് കാരണമായി? ഫിനൈൽ കീറ്റോനൂറിയ. അപ്പോൾ ഫിനൈൽ കീറ്റോനൂറിയ എന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള ജീനിന് എത്ര ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ട്? ഇപ്പോൾ 4 നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെൻ്റൽ റിട്ടാർഡേഷൻ, പിഗ്മെൻറ്റേഷൻ, ആ അസുഖമുള്ളവർക്ക് പിഗ്മെൻറ്റേഷൻ വരാം, പിന്നെ ഹെയർ ഫോൾ, മുടി കൊഴിച്ചിൽ വരാം, പിന്നെ എക്സ്ക്രീഷൻ ഓഫ് ഫിനൈൽ പൈറുവിക് ആസിഡ് ത്രൂ യൂറിൻ ബിക്കോസ് ഓഫ് ദി പുവർ അബ്സോർപ്ഷൻ ഓഫ് ദി കിഡ്നി, അല്ലെ? കിഡ്നിക്ക് ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ഇതിൽ കൂടെ പോകും, യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. മനസ്സിലായല്ലോ? അപ്പം നമ്മളിത് മെൻറ്റേലിയൻ ഡിസോർഡേഴ്സിൽ പറയും. ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് സിക്കിൾ സെൽ അനീമിയയും ഫിനൈൽ കീറ്റോനൂറിയയും ഒക്കെ പഠിക്കുന്നുണ്ട്, തലാസീമിയ. നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പ്ലയോട്രോപ്പിസം എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഫിനൈൽ കീറ്റോനൂറിയ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഫിനൈൽ കീറ്റോനൂറിയ എന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള അബ്നോർമൽ ജീൻ, ഏതൊരു ജീനായാലും, നോർമൽ ജീൻ അല്ലാതെ നോർമൽ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചുള്ള മ്യൂട്ടൻ്റ് ജീനിന് ഏത് അസുഖത്തിന് കാരണമാകും? ഫിനൈൽ കീറ്റോനൂറിയ. ഈ അസുഖത്തിൻ്റെ മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? സിംഗിൾ ജീൻ ഹാസ് മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ. ഫിനൈൽ കീറ്റോനൂറിയ എന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള സിംഗിൾ ജീനിന് 4 ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് നമ്മൾ പറഞ്ഞത്. മെൻ്റൽ റിട്ടാർഡേഷൻ, പിഗ്മെൻറ്റേഷൻ, ഹെയർ ഫോൾ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ഫിനൈൽ പൈറുവിക് ആസിഡ് ത്രൂ യൂറിൻ. ക്ലിയർ? ഇതാണ് സെക്കൻഡ് എക്സാമ്പിൾ. ഇനി നോക്കാം കേട്ടോ. ഇത്
ഫിനൽ കീറ്റോന്യൂറിക് ആയിട്ടുള്ള ഒരാൾക്ക് എന്താണ് മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഫിഗറിൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് എക്സാമ്പിൾ ഈസ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, അടുത്തത് സിക്കിൾ സെൽ അനീമിയ ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ മെന്റേലിയൻ ഡിസോർഡർ, ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. നമ്മളപ്പോൾ പഠിക്കും. നമ്മളിപ്പോൾ പറയുന്നത് പ്ലേയോട്രോപിസത്തിന് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. അത് പഠിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അത് പഠിക്കുമ്പോൾ നമ്മളതിനെ ഈ ഒരു ടോപ്പിക്കിലെ അണ്ടറിൽ വരുത്തി നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പഠിച്ചു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സിക്കിൾ സെൽ അനീമിയ? നമുക്കറിയാം, അതായത് ആർ ബി സിൻ്റെ റെഡ് കളറിന് കാരണം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് അല്ലേ, ഹീമോഗ്ലോബിൻ. അതെന്താന്ന് ഇപ്പോൾ പറയാം. ഈ ഹീമോഗ്ലോബിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? എന്ത് ഹീമോഗ്ലോബിന് ഓക്സിജനെ അല്ലേ, ഓക്സിജനെ അബ്സോർബ്, ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. അതായത് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജനെ എവിടെ വെച്ചിട്ട് ലങ്സിൽ ആൽവിയോളയിലൊക്കെ വെച്ചിട്ട് ഓക്സിജൻ എത്തും അല്ലേ, അവിടെ എത്തിയ ബ്ലഡ് കാപ്പിലറീസ് വരുന്ന ബ്ലഡ് ആർ ബി സിയിലുള്ള HB ഓക്സിജനെ ടേക്ക് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആക്കും അല്ലേ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ആർ ബി സിയുടെ ഫംഗ്ഷൻ? ബ്ലഡ് സെല്ലായിട്ടുള്ള ആർ ബി സിയുടെ ഫംഗ്ഷൻ എന്താ? കണ്ടക്ഷൻ ഓഫ് ഓക്സിജൻ ത്രൂ കണ്ടക്ഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഓൾസോ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനും സഹായിക്കുന്നത് ആർ ബി സി ആണ് അല്ലേ. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ? നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ് ആർ ബി സിൻ്റെ ഫംഗ്ഷൻ. അതിന് സഹായിക്കുന്നത് അതിലുള്ള ഈ പിഗ്മെൻ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ആളുടെ ആർ ബി സിയുടെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, ബൈക്കോൺകേവ് ഷേപ്പിലാണ്. ഓക്കെ, ഒരു ബൈക്കോൺകേവ് ഷേപ്പിലുള്ള ഒരു ആർ ബി സി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു ഷേപ്പിലുള്ള ആർ ബി സി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ആർ ബി സിയുടെ ഷേപ്പ് ഏതായിട്ട് മാറും? സിക്കിൾ സെൽ അനീമിയ, സിക്കിളിൻ്റെ പോലെ ഇങ്ങനെ വളയും. ഓക്കെ, ആർ ബി സി നോൺ ഫങ്ഷണൽ ആർ ബി സി ആവും. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ കണ്ടക്ഷൻ ആയിരുന്നു. ഇവിടെ ഓക്സിജൻ കണ്ടക്ഷൻ കുറയും, ലോ ഓക്സിജൻ കണ്ടക്ഷൻ ആയിരിക്കും ഈ ആർ ബി സിൻ്റെ. പിന്നെ ഇവിടെ ഇതിനെന്താണ് ആർ ബി സി HB എന്നറിയാം, നമുക്കറിയാമല്ലേ, HB അയൺ കണ്ടന്റ് കൂടുതലുണ്ട്. HBയിൽ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ് അയണാണ്. അപ്പോൾ അയൺ കണ്ടന്റ് കൂടുതലായിരിക്കും ഇവിടെ. ഇതിൽ HB എഫക്റ്റഡ് HB ആകുമ്പോൾ എന്താണ്, അയണിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇവിടെ അനീമിയ എന്ന് പറയുന്ന ഒരു നോർമൽ അനീമിയ ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ അനീമിക് ആയിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ കാര്യം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ കേട്ടോ, ഇതിവിടെ ഇരിക്കട്ടെ. എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? ഹീമോഗ്ലോബിൻ ആർ ബി സിൻ്റെ ഷേപ്പ് ബൈക്കോൺകേവ് ഷേപ്പാണ്. ഓക്കെ, എന്താണ് ആർ ബി സിയുടെ ഷേപ്പ്? ബൈക്കോൺകേവ് ഷേപ്പാണ്. ഇനി എന്താ പ്രത്യേകത? ഇതിൽ ഉള്ള പ്രോട്ടീൻ ആർ ബി സിയിൽ പിഗ്മെൻറ്റിന് കാരണമായിട്ടുള്ളത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ക്വാട്ടേണറി പ്രോട്ടീൻ. നമ്മൾ എന്താണ് ക്വാട്ടേണറി പ്രോട്ടീൻ? ടെർഷ്യറി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടേണറി പ്രോട്ടീൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വാട്ടേണറി പ്രോട്ടീനാണ്. ഹീം യൂണിറ്റ്സ് 4 എണ്ണം ഉണ്ട്, നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിച്ചുള്ളത്. ഓക്കെ, അപ്പം നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് ആണ് അല്ലേ. കുറേ അമിനോ ആസിഡ്സിൻ്റെ ഒരു പോളിമറാണ്. ഇത് അമിനോ ആസിഡ് 1, അമിനോ ആസിഡ് 2, അമിനോ ആസിഡ് 3, അമിനോ ആസിഡ് 4, അമിനോ ആസിഡ് 5, അമിനോ ആസിഡ് 6, അമിനോ ആസിഡ് 7. ദീസ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ ഏത് ബോണ്ടാണ്? 2 അമിനോ ആസിഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് CONH ബോണ്ട്. ഏതാ ബോണ്ട്? പെപ്റ്റൈഡ് ബോണ്ട്. അത് നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിച്ചതാണ് അല്ലേ, ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഈ മെനി അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട് ടു ഫോം എൻ പ്രോട്ടീൻ. അപ്പോൾ ഇവിടെ കുറേ അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ ഓർ പ്രോട്ടീനിലെ എന്താണ് പെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയാൻ കാരണം? മെനി അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ എ പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെപ്റ്റൈഡ് ബോണ്ട്, ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട്, ഇവിടെ. അതുകൊണ്ടാണ് പ്രോട്ടീനെ എന്ത് പറയുന്നത്? പോളിമർ ഓഫ് അമിനോ ആസിഡ്സിനെ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ പെപ്റ്റൈഡിൻ്റെ പ്രത്യേകത എന്താണ്? ഹീമോഗ്ലോബിൻ പെപ്റ്റൈഡിലെ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡിലെ അല്ലെങ്കിൽ പ്രോട്ടീനിലെ 6th പൊസിഷനിലുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത് ആരാണ്? ഗ്ലൂട്ടാമിനാണ്. ആരാണ്? ഗ്ലൂട്ടാമിൻ. എന്താ ഗ്ലൂട്ടാമിൻ്റെ പ്രത്യേകത? ഗ്ലൂട്ടാമിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്ലൂട്ടാമിനാണ് 6th പൊസിഷനിൽ ഉള്ളത്. ആരിലെ? നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ 6th പൊസിഷനിലുള്ള അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിൻ. ക്ലിയർ ആയല്ലോ? ഈ 6th
പൊസിഷൻ ഓഫ് ദി ബീറ്റ ഗ്ലോബിൻ ചെയിൻ. ബീറ്റ ഗ്ലോബിൻ ആൽഫ ഗ്ലോബിനൊക്കെ ഉണ്ട്. ബീറ്റ ഗ്ലോബിൻ അതായത് 2 ആൽഫ ഗ്ലോബിനുണ്ട്, 2 ബീറ്റ ഗ്ലോബിനുണ്ട്. അപ്പോൾ ബീറ്റ ഗ്ലോബിനുള്ള ഏത് ഗ്ലോബിനാണ്? ബീറ്റ ഗ്ലോബിനിലുള്ള ക്വാട്ടേണറി എന്ന് പറഞ്ഞാൽ 2 ആൽഫ പ്രോട്ടീനും 2 ബീറ്റ പ്രോട്ടീനും ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ 4 എണ്ണുള്ളൊരു യൂണിറ്റ് കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ക്വാട്ടേണറി പ്രോട്ടീൻ എന്ന് പറയുന്നത്. 2 ബീറ്റയും 2 ആൽഫയുണ്ട്. അതിൽ ബീറ്റ ഗ്ലോബിനിലെ 6th പൊസിഷനിലുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത് ആരാണ്? ബീറ്റ ഗ്ലോബിനിലെ 6th പൊസിഷനിലുള്ള അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഗ്ലൂട്ടാമിൻ്റെ പ്രത്യേകത നോർമൽ ഹീമോഗ്ലോബിനിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിനാണ്. ഈ ഗ്ലൂട്ടാമിനെ കോഡ് ചെയ്യുന്ന ട്രിപ്ലറ്റ് കോഡോൺ ആരാണ്? അതെന്താണ്? നമ്മൾ മോളിക്കുലർ ബയോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈച്ച് അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ എ ട്രിപ്ലറ്റ് കോഡോൺ. GAG എന്ന് പറയുന്ന ട്രിപ്ലറ്റ് കോഡാണ് ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നത്. ഈ ട്രിപ്ലറ്റ് കോഡോണിൽ ഇതാണ് അതിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ഈ 3 ട്രിപ്ലറ്റ് കോഡാണ്: ഗ്വാനിൻ, അഡനിൻ, ഗ്വാനിൻ. ഇതിലെ മിഡിലുള്ള അഡനിന് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ മാത്രം സംഭവിക്കുന്ന മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും? എക്ക് പകരം അവിടെ ആരായിട്ട് മാറും? യു വരും. GUG. ഓക്കെ. അപ്പോൾ എന്താണ്? ഹീമോഗ്ലോബിനിലെ പോളിപെപ്റ്റൈഡ് ചെയിൻ ബീറ്റ ഗ്ലോബിനിലുള്ള പോളിപെപ്റ്റൈഡ് ചെയിനിലെ 6th പൊസിഷനിലെ നോർമൽ ഹീമോഗ്ലോബിനിലെ ഗ്ലൂട്ടാമിൻ ആയിരിക്കും. പക്ഷേ ഈ 6th പൊസിഷനിലെ ഗ്ലൂട്ടാമിനെ കോഡ് ചെയ്തിരിക്കുന്ന ട്രിപ്ലറ്റ് കോഡോൺ ആയിട്ടുള്ള GAGയിലെ മിഡിലുള്ള അഡനിന് പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? GUG ആയിട്ട് മാറും. അപ്പോൾ GUG ഈസ് കോഡഡ് ഫോർ ദി അമിനോ ആസിഡ് വലൈൻ. ഓക്കെ. അങ്ങനെയുള്ള ഈ വലൈൻ എന്നുള്ള അമിനോ ആസിഡ് 6th പൊസിഷനിലെ പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് വലൈൻ ആയിട്ട് മാറിയാൽ ഇതൊരു എഫക്റ്റഡ് ആയിട്ടുള്ള ആരായിട്ട് മാറും? ഹീമോഗ്ലോബിൻ, ബീറ്റ ഗ്ലോബിൻ, പോളിപെപ്റ്റൈഡ് ചെയിനായിട്ട് മാറും. അങ്ങനെയുള്ളവരുടെ RBCന്റെ മെയിൻ കണ്ടന്റ് ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഇത് എഫക്റ്റഡ് ഹീമോഗ്ലോബിനുള്ള RBC സ്പിൻഡിൽ ഷേപ്പായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെ നമ്മളിത് പറയും? അതായത് RBC റെഡ് ബ്ലഡ് സെൽ, ദ മെയിൻ RBCൻ്റെ റെഡ് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെൻറ്റ് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാട്ടേണറി പ്രോട്ടീനാണ്. ഇതിൽ 2 ബീറ്റ ഗ്ലോബിനും ഉണ്ട്, 2 ആൽഫ ഗ്ലോബിനും ഉണ്ട്. ബീറ്റ ഗ്ലോബിൻ എന്ന് പറയുന്ന പോളിപെപ്റ്റൈഡ് ചെയിനിൽ 6th പൊസിഷനിൽ നോർമൽ ആയിട്ടുള്ള ഒരാളിൽ 6th പൊസിഷനിൽ കോഡ് ചെയ്തിരിക്കുന്ന അമിനോ ആസിഡ്സ് 6th പൊസിഷനിലെ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിനാണ്. ഗ്ലൂട്ടാമിനെ കോഡ് ചെയ്തിരിക്കുന്ന ട്രിപ്ലറ്റ് കോഡോൺ സീക്വൻസ് ആണ് GAG. ഈ GAGയിലെ മിഡിലായിട്ടുള്ള അഡനിന് പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അത് GUG ആയിട്ട് മാറും. ഗുഗിലെ GUG ഈസ് കോഡഡ് ഫോർ ദി അമിനോ ആസിഡ്സ് വെലൈൻ. ഇങ്ങനെ വെലൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് 6th പൊസിഷനിൽ ഹീമോഗ്ലോബിൻ്റെ പോളിപെപ്റ്റൈഡ് ചെയിനിൽ വന്നാൽ, ബീറ്റ ഗ്ലോബിൻ പോളിപെപ്റ്റൈഡ് ചെയിനിൽ വന്നാൽ അതൊരു എഫക്റ്റഡ് ഹീമോഗ്ലോബിൻ ആയിരിക്കും. ആ എഫക്റ്റഡ് ഹീമോഗ്ലോബിനുള്ള ആളുടെ RBC എഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നോർമൽ ഷേപ്പ് ഉള്ള RBC മാറിയിട്ട് അതൊരു സ്പിൻഡിൽ ഷേപ്പിലുള്ള RBC ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെൻഡേലിയൻ ഡിസോർഡർ, ഓട്ടോസോമൽ റിസസീവ് മെൻഡേലിയൻ ഡിസോർഡർ. അതിവിടെ പറയണ്ട, നമ്മൾ അപ്പം പറയും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ പോയിന്റ് മ്യൂട്ടേഷൻ. ഇപ്പോൾ 3 ടേംസ് ആണ് ഇവിടെ വരുന്നത്. ഏതിൽ? പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ സിക്കിൾ സെൽ അനീമിയ വരും. പിന്നെ ഏത് ടോപ്പിക്കിലാണ്? പ്ലയോട്രോപിസത്തിൽ വരും. മെൻഡേലിയൻ ഡിസോർഡർ, ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ടോപ്പിക്കിലും ഇത് വരും. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ 3 ടോപ്പിക് ഉണ്ട്. ഫസ്റ്റ് വൺ പ്ലയോട്രോപിസം, ഇപ്പോൾ നമ്മൾ പഠിച്ച പ്ലയോട്രോപിസം. സിംഗിൾ ജീൻ എന്ന് പറയുന്നത് എന്താ? എഫക്റ്റഡ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമായിട്ടുള്ള ജീൻ. ആ ജീനിന് മൾട്ടിപ്പിൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ട്, നമ്മൾ പറയൂ കേട്ടോ. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയയിൽ വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ്? പ്ലയോട്രോപിസം, പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് ഓട്ടോസോമൽ റിസസീവ് ആയിട്ടുള്ള മെൻഡേലിയൻ ഡിസോർഡർ. ഈ ഒരു 3 ടേംസിൽ സിക്കിൾ സെൽ അനീമിയ ക്വസ്റ്റ്യൻ വരാറുണ്ട് പബ്ലിക് എക്സാമിൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ
എന്താണ് ഈ എഫക്റ്റഡ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ജീനിൻ്റെ സിക്കിൾ സെൽ അനീമിക്ക് കാരണം? പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് നോർമൽ ജീൻ എഫക്റ്റഡ് ജീനായിട്ട് മാറും. ആ എഫക്റ്റഡ് ജീനിൻ്റെ മൾട്ടിപ്പിൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ നമ്മൾ പ്ലയോട്രോപ്പിസത്തിൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഓട്ടോസോമൽ ഡിസോർഡറിന് കാരണമായിട്ടുള്ള ജീനിൻ്റെ മൾട്ടിപ്പിൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? RBC ബിക്കം സിക്കിൾ ഷേപ്ഡ് അല്ലേ? 2 ഹീമോഗ്ലോബിൻ എഫക്റ്റഡ്. ഓക്കെ, ഹീമോഗ്ലോബിൻ എഫക്റ്റഡ് ആയാൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി റെഡ്യൂസ്ഡ്. പിന്നെന്താണ്? അനീമിക് ആയിരിക്കും അല്ലേ? അനീമിക് ആവാൻ കാരണം എന്താ? മെയിൻ കണ്ടന്റ് ഓഫ് HB ഈസ് അയൺ. അപ്പോൾ അയണിൻ്റെ എമൗണ്ട് കുറയും. ഓക്കെ, അപ്പോൾ എന്താണ്? ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുമ്പോൾ എന്താ? ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടാവും. പിന്നെന്താ? വിളർച്ചയുണ്ടാവും. ഓക്കെ, ഇതെല്ലാം സിംഗിൾ സെൽ അനീമിയയ്ക്ക് കാരണമായിട്ടുള്ള എഫക്റ്റഡ് ജീനിൻ്റെ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ്. നമ്മൾ പറഞ്ഞു ഫീനൈൽകീറ്റോന്യൂറിയ എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള എഫക്റ്റീവ് ജീനിൻ്റെ മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻസ് ആയിരുന്നു മെൻ്റൽ റിട്ടാർഡേഷൻ, അക്യുമുലേഷൻ ഓഫ് ഫിനൈൽ പൈറുവിക് ആസിഡ് ഇൻ ദ ബ്രെയിൻ, മെൻ്റൽ റിട്ടാർഡേഷൻ and excretion of phenyl pyruvic acid and its derivative through urine and pigmentation, hair fall അല്ലേ? അത്രയും ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള എഫക്റ്റീവ് ജീനിൻ്റെ മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് RBC ബിക്കം സിക്കിൾ ഷേപ്ഡ് ഹീമോഗ്ലോബിൻ എഫക്റ്റഡ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് RBC ഈസ് റെഡ്യൂസ്ഡ്, the individual become anemic. ഓക്കെ, ഇത്രയാണ് മൾട്ടിപ്പിൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഓഫ് സിക്കിൾ സെൽ അനീമിക് ജീൻ. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. പ്ലയോട്രോപ്പിസത്തിൻ്റെ ടേമിൽ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുക, എക്സ്പ്ലെയിൻ പ്ലയോട്രോപ്പിസം സൈറ്റിംഗ് എക്സാമ്പിൾ ഫിനൈൽകീറ്റോന്യൂറിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയായിരിക്കണം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മൾ 3 എക്സാമ്പിൾസ് പഠിച്ചു. സ്റ്റാർട്ട് സിന്തസിസ് ഇൻ പീ പ്ലാന്റ്, sickle cell anemia, phenylketonuria. Example for pleiotropism. What's meant by pleiotropism? Pleiotropism is the multiple phenotypic expression of a single gene. What's meant by polygenic inheritance? Single gene one character is controlled by more than one gene. Clear ആയല്ലോ? അപ്പോൾ ഇത്രയാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ക്ലിയറായി ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി നിങ്ങൾ വീണ്ടും ഇത് പഠിക്കുക. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കൊന്നുമല്ല, നല്ല സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വൃത്തിയായിട്ട് പോയിൻ്റായിട്ട് അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കാണാം. ബൈ.